അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവൾ എൻ്റെ കുട്ടി അനിയത്തിയാണ്. നമ്മളെ കസിൻസ് ലിസ്റ്റിൽ ഏറ്റവും കുട്ടി ആയിട്ടുള്ളൊരു കുട്ടിയാണ്. കുട്ടി വലിയ കുട്ടിയാണ്, പക്ഷേ കുട്ടി മീൻസ് അവൾക്ക് ഇന്ന് 9 or 10 ആവും തോന്നുന്നു ബർത്ത്ഡേ. 9th ബർത്ത്ഡേയോ 10th ബർത്ത്ഡേ ആണെങ്കിൽ കറക്റ്റ് അറിയില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ഇതിൽ കൂടെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരിയായി ലോങ് വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടില്ല, ഇനി റെഡി ആവണം, പോകണം. അവളുടെ അടുത്ത് വരുമെന്ന് കേസ് പറഞ്ഞിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പോയി ഇനി റെഡി ആവട്ടെ. ബായ്. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് റെഡിയായി സെറ്റായി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. സുന്ദരി ഇല്ല എന്നാലും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കാം. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ അവിടെ വീട്ടിലോട്ട് പോകണം. ഇതുവരെ ഞാൻ വിളിച്ചു, ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് വിളിച്ച സമയത്ത് എന്തുവാ ചേച്ചി വരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാൻ വരുമോ എന്നറിയത്തില്ല, ഉച്ചയൊക്കെ ആവട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാനിനി അങ്ങോട്ട് പോട്ടെ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ വന്നു. ഹലോ ഗൈസ്, വ്ലോഗർ എത്തി ഗൈസ്. എവിടെയാണ് കൊച്ചെവിടെ? ഉറങ്ങിയ? പക്ഷെ ഞാൻ വ്ലോഗൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വന്നിട്ട് അയ്യോ അമ്മാമ്മേ ഒരു നേരെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ വ്ലോഗൊക്കെ എടുത്തോണ്ട് വരെയായിരുന്നു. ഒന്നുമില്ല പറഞ്ഞു, എന്നെ എടുത്തിട്ട് ആദ്യം അടിക്കും. ഒന്നുമില്ല. ഹായ് പറ. ഞാൻ പറയട്ടെ. ഇതാണ് ഗൈസ് നമ്മുടെ ബർത്ത്ഡേ. എന്തോ ഒരുമാതിരി ഇരിക്കുന്ന ഉറക്കണീട്ടുണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഉറക്കം എണീച്ചിരുന്നിപ്പോ ഒരു കാര്യമില്ലല്ലോ. ശ്രദ്ധിക്കാൻ നടക്കല്ലേ, ഇതിനെ ശ്രദ്ധിച്ചാ പിന്നെ ഇതിനെ മാത്രമേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ബർത്ത്ഡേ പറഞ്ഞാലിപ്പൊ പറഞ്ഞാലും ഇങ്ങോട്ട് കിട്ടുവേ. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനത്തെ ഒരു ജന്മമാണ് ഗൈസ്. പറഞ്ഞാ എന്തിനു കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഒന്നും പറയാത്ത കേട്ടാ. എന്റെ അടുത്ത് ഇഷ്ടമല്ലേ? അയ്യോ സെന്റി ശരി, നിനക്കുള്ള സാധനം ഞാൻ തരത്തില്ല. ബർത്ത്ഡേ പറ്റി 2 വാക്ക് പറയാം. 2 വാക്ക്. വൈകയെ പറ്റി 2 വാക്ക്. പിന്നെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും. പിന്നെ എല്ലാരും വിളിച്ച് സദ്യ കൊടുക്കണം. കുഞ്ഞൊക്കെ എന്താണ് ഇതിൽ പറയാനുള്ളത്? കൊച്ചിന്റെ അമ്മയടുത്ത് ആദ്യം ചോദിക്കാം. ബർത്ത്ഡേ ഇവിടെ മുടിപ്പിക്കണ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാണ് ഗൈസ് പറയുന്നത്. ഇവിടെ ഒരു കൂസലും ഇല്ലാതെ ഇവിടെ നോ കമന്റ്സ് ഗൈസ്. നമുക്ക് ഇനി അടുത്ത ആളോടെ ചോദിക്കാം ഗൈസ്. എന്താണ് നിന്റെ അഭിപ്രായം? അനിയത്തെ പറ്റി എന്താണ് അഭിപ്രായം? എന്നെ എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് ഒരാളോട് പറയും എന്നുള്ള ഭീഷണി. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗൈസ്. ഇതെല്ലാം ഈ കുട്ടിയെ പറ്റിയാണ്, ഈ ഒരു സാധനത്തെ പറ്റിയാണ്. അടുത്ത ആൾ നമുക്ക് ചോദിക്കാം ഗൈസ്. ഈശ്വര, നമ്മള് എന്താണ് വൈകയെ പറ്റിയുള്ള അഭിപ്രായം? വൈകയെ പറ്റി എന്താണ് അഭിപ്രായം? പക്ഷെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും പറ, ഒരു വിഷെങ്കിലും പറ. നല്ല കൊച്ചല്ലേ? നല്ല കൊച്ച്, നല്ല പഠിക്കും, പറഞ്ഞു പറയിപ്പിച്ചല്ലോ അല്ലേ? പറഞ്ഞനുസരിക്കും, മിടിക്കുകയാണ്, നല്ല അനുസരണോട്. ഇങ്ങനെയൊക്കെ ഇതൊന്നും ഇല്ലെന്നാണ് ഇപ്പൊ സ്വന്തം ചേച്ചി പറയുന്നത്, ഇല്ലെന്നാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ അഭിപ്രായമാണ്. പിന്നെ ഇവിടെ വായിരിക്കണ കേൾക്കണം, എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മേ, ഇത് എന്റെ ചേച്ചിയാണെന്ന് തന്നെ എനിക്ക് വിശ്വാസമില്ല. ഓക്കെ, അപ്പൊ പിന്നെ ആണോന്നും തന്നെ നമുക്ക് കണ്ട, ഇത്രയേ ഉള്ളൂ. ഇതോ കണ്ടോ ഗൈസ്? അല്ല സോറി, ഈ ഗായ്സ് ഇടയ്ക്ക് എനിക്ക് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇതാ ഫുള്ള് ചെടികളാട്ടോ. ഓക്കെ, എന്ത് രസമാണ്.
നിങ്ങൾ ആരും വന്ന് ചോദിക്കരുത്, ഇതിന്റെ ഓണർ ഞാനല്ല. ഇന്ന് ഓണർ ഒന്നും ഞാനല്ല. ഇതിന്റെ ഓണറിനെ ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റിനകത്ത് കാണിച്ചു തരാം. ഈ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് അല്ലേ പറ. ഫുഡ് എല്ലാം കഴിച്ചിട്ട് റെഡിയാവും. ഫുഡ് കഴിച്ചിട്ട് റെഡിയാവും. ഫുഡ് കഴിച്ച് റെഡി ആയിട്ട് വൈകിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കാണിച്ചു തരും അല്ലേ? യെസ്. എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുകൊടുത്ത് മുട്ടായൊക്കെ കൊണ്ടുകൊടുത്ത് നിങ്ങൾക്കും കേക്ക് തരാം. പിന്നെ നമ്മൾ നിങ്ങൾക്കും കേക്ക് തരും. നമ്മൾ അത്രയ്ക്ക് ദുഷ്ടത്തികളൊന്നുമല്ല. നമ്മൾ നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. നമ്മളെല്ലാരും നല്ല സ്നേഹമുള്ള പിള്ളേരാ. പ്രത്യേകിച്ച് ഈ കുട്ടി വളരെ സ്നേഹമുള്ള കുട്ടികള്. സ്നേഹം മൂത്ത് കിടക്കുകയാണ്. മറ്റേ വെള്ളത്തിൽ അലിഞ്ഞ് വേടാണ് ഉദ്ദേശിച്ചത്. കിട്ടിയില്ല പെട്ടെന്ന്. വേഗം കിട്ടിയില്ല. മറ്റേ ഒഴുകി പോവില്ല വെള്ളങ്ങൾ. അത്രയും മാത്രം സ്നേഹമുണ്ട് ഈ കുട്ടിക്ക്. അതുകൊണ്ട് നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഇരുന്നാൽ ബിരിയാണി കാണാൻ തോന്നുന്നുണ്ട്. നല്ല ചൂട് ബിരിയാണി കഴിക്കണേയാണ് നല്ലത്. എന്നിട്ട് വൈകിട്ട് കാണാം. ബൈ ബൈ. ഈവനിങ് ആയിരിക്കാണ് കേട്ടോ. ഈവനിങ് അപ്പൊ അതാ റെഡി ആയിട്ടുണ്ട് ബർത്ത്ഡേ കുട്ടി. ഇനി വന്നിരിക്കുകയാണ് ഗൈസ്. എവിടെ ഇതാ ഇത് അടുത്ത ആളാണ്. ഇതാണ് രണ്ടാമത്തെ അനിയത്തി. ഇത് മൂന്നാമത്തെ. അല്ല ഇത് അനിയത്തി. ഫസ്റ്റ് രണ്ടാമത്തെ അനിയത്തി. ഇത് മൂന്നാമത്തെ. ഇത് അനിയത്തി. ഇത് മൂന്നാമത്തെ. അല്ല ഇത് രണ്ടാമത്തെ. ഇത് മൂന്നാമത്തെ. ഏറ്റവും ഇളയത്. നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുക ഗൈസ്. അടിയില് അയക്ക ഇങ്ങോട്ട് വെക്ക്. ഇപ്പൊ മേക്കപ്പ് ഇട്ട് രാവിലെ ഇരുന്ന ഫേസ് ഒട്ടത്തി ഫേസ് ആയിരുന്നു. ഇപ്പൊ മേക്കപ്പ് ഇട്ട് എടുക്കാണ് ഗൈസ്. കേക്ക് പയ്യെ പയ്യെ പയ്യെ. പയ്യെ പയ്യെ നമ്മള് ഇതാണ് കേക്ക്. കൊള്ളാല്ലേ? അടിപൊളി കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങൾ കൈ അടിക്കുക ഗൈസ്. ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ വൈഗ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിന് മറ്റേ ഇതുണ്ട്. കൊടുത്തതായിരുന്നു പോട്ട്. അപ്പൊ നമ്മള് കേക്കൊക്കെ കട്ട് ചെയ്ത് സെറ്റായി. ഞാൻ വീണ്ടും ഡ്രസ് ഇതാണ് നമ്മള് ഗിഫ്റ്റ് കൊടുത്തത്. എങ്ങനെയുണ്ട്? കണ്ടില്ല? അടിപൊളി. ഇവിടെ ഇറങ്ങി ഞാൻ കാണിച്ചു കൊടുക്കാം. ഇവിടെ ഇറങ്ങി വാ. താഴെ ഞാൻ കാണിച്ചു തരാം ഡ്രസ്സേ. കൊള്ളാല്ലേ? നല്ല ഭംഗിയുണ്ട് ഡ്രസ്സാണ്. വീഡിയോ ഒക്കെ നമ്മള് ബർത്ത്ഡേ ആഘോഷിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സൂപ്പറായി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് ഇല്ലേ കേക്ക് അടിപൊളി കേക്ക്. ഏത് ഫ്ലേവറായിരുന്നു കേക്ക്? പല ഫ്ലേവർ. ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ റെഡ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ബ്ലാക്ക് ആണ് കിട്ടിയത്. യെല്ലോ ഉണ്ടായിരുന്നു. എനിക്ക് യെല്ലോ കിട്ടി, റെഡ് കിട്ടി. ഇവക്ക് എല്ലാം കിട്ടി, നമുക്കൊന്നും കിട്ടിയില്ല. എനിക്കല്ലോ ബർത്ത്ഡേ എല്ലാം കിട്ടി, നമുക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അപ്പം നമ്മള് കേക്ക് കട്ട് ചെയ്ത് ഇനിയിപ്പം നമ്മൾ ഇന്നേരെ വീട്ടിലോട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ വരണേ. ബൈ.